ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിതേ നമ്മുടെ കൊച്ചിയിൽ കയാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാ. അപ്പോൾ അതിനായിട്ട് നിന്നത് ഒരു ഫ്ലോട്ടിംഗ് ബോട്ടിലാണ്. ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബോട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ബെൻസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന അവരുടെ ഒരു ഫ്ലോട്ടിംഗ് ബോട്ടായിരുന്നു കേട്ടോ ഇത്. 2 ബെഡ്റൂമും ഇതുപോലെ റൂഫ് ടോപ്പും അവിടെ കുറച്ച് ടേബിളും ചെയർസും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബോട്ടായിരുന്നു ഇത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കായലിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. ആ കാണുന്ന ഇതുപോലത്തെ വേറൊരു ഫ്ലോട്ടിംഗ് ബോട്ട്, അവർക്ക് അങ്ങനെ 2 എണ്ണം ഉള്ളതെന്ന് തോന്നുന്നു. ഈ ബോട്ടിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് വിത്ത് ബാത്റൂമാണുള്ളത്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോരോ ബെഡ്റൂം. ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം വിത്ത് സെപ്പറേറ്റ് വാഷ് സ്പേസും ടോയ്ലറ്റും ഒക്കെ അവൈലബിൾ ആണ്. ടോയ്ലറ്റിൽ ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ട്. ഈ ബെഡ്റൂം ഒരു കപ്പലിൻ്റെ തീമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് സെപ്പറേറ്റ് ഷെൽഫും കബോർഡും ഒക്കെ ഉണ്ട്. പിന്നെ ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. ഈ റൂം കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു സീ തീമിൽ ഉണ്ടാക്കിയേക്കണ ബെഡ്റൂമാണെന്ന് തോന്നുന്നു. മൊത്തം കടലിൻ്റെയും മീനിൻ്റെയൊക്കെ പിക്ചറായിരുന്നു. പിന്നെ ഇതും ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺറൈസിൻ്റെയൊക്കെ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ചീനവലയാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഗവൺമെൻറ് ഓൺഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ബോർഡ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല സൺസെറ്റിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് നല്ലൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിയുടെ ഒരു വൈബും നല്ല വെള്ളവും വാട്ടർ മെട്രോ ഒക്കെ ഇതിൽ കൂടെ പോകണയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് കയാക്കിങ്ങും രാവിലെ ബോട്ടിങ്ങും ചെയ്യാൻ ഓർത്തിട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ കൂടെ വരാമെന്ന് ഏറ്റ ജെർണൻ ഡിറ്റോ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് വരാനും ലേറ്റായി. സോ ഈവനിങ് കയാക്കിംഗ് പ്ലാൻ നടന്നില്ല. അപ്പം പിന്നെ അവർ വരുന്ന ഗ്യാപ്പിൽ നിന്ന് നമുക്ക് പ്രോപ്പർ കടമക്കുടി പോയി കണ്ടാലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, ചായയും കടിയൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ അവിടെ ചെന്ന് സൺസെറ്റൊക്കെ കാണാമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് സണ്ണിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോപ്പർ സൺസെറ്റ് കാണാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം കായലിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇഷ്ടംപോലെ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ ഈവനിങ്ങിന് വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു ഫുട്പാത്തും ജിം എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു KSRTC ബസ്സും സർവീസ് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്നപ്പം കടമക്കുടി ബോർഡ് വെച്ചൊരു KSRTC അങ്ങോട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചും പോകണുണ്ടായി. പിന്നെ ഞങ്ങളിത് ഈ കാണുന്ന ചായക്കടയിൽ നിന്നാണ് ചായയും കാപ്പിയും പരിപ്പ് വടയും പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ച് അവർ വരുന്നത് വരെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇതവർ വന്നതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്തത് പാൽക്കപ്പയും പുട്ടും ബീഫും, പുട്ടും ചെമ്മീനും ബീഫ് കറിയൊക്കെ ആയിരുന്നു. അതിൽ പാൽക്കപ്പ അത്ര പോരായിരുന്നു, ബാക്കിയെല്ലാം ഫുഡും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ സ്റ്റേയിലെത്തിയപ്പോഴത്തേനും ഒരു 10 മണിയൊക്കെ ആയി. ഈ സൈഡിൽ കാണുന്നതാണ് ഇവരുടെ റിവർ സൈഡ് കോട്ടേജ് കേട്ടോ. അവിടെ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോഴേക്കും അവർ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. നമ്മളൊരു കുഞ്ഞു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വൈബ് പിടിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ ടൈപ്പ് പ്ലേസ് ആട്ടോ ഇത്. ഞങ്ങളിതേ തിരിച്ച് വന്നപ്പോഴേക്കും ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇവരുടെ തന്നെ ശിക്കാരയും ഹൗസ് ബോട്ടും ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നാളെ രാവിലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. അപ്പം 1 or 2 hour അവർ നമുക്ക് കായലിൽ റൈഡും പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഏതോ അടുത്തുള്ളൊരു ഷാപ്പിൽ അവർ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് അവർ നമ്മളെ സ്റ്റേയുടെ അവിടെ കൊണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഇവരുടെ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും നോക്കണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് കേട്ടോ അവരുടെ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. രാവിലെ എണീറ്റ് 6:30 ആകുമ്പോഴത്തേനും കയാക്കിങ് ചെയ്യാൻ ചെല്ലണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഞാൻ രാവിലെ എണീറ്റതാണ്. ഇത് ഇന്നലെ രാത്രി ഞാൻ കാണിച്ചില്ലേ ഷിക്കാരയും ഹൗസ് ബോട്ടും ഒക്കെ. ആ കാണുന്ന ചീനവലയുടെ അങ്ങോട്ട് നമുക്ക് കയാക്കിങ്ങിന് വേണ്ടി പോകണ്ടേ കേട്ടോ. കയാക്കിങ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ റെഡിയാക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഓർത്തി പോയിട്ട് ഈ ചീനവല കാണാമെന്ന്. പക്ഷേ എനിക്ക് ഈ കുഞ്ഞു റാമ്പിൽ കൂടെ നടക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് വെള്ളത്തിൽ വീഴുമോ എന്നുള്ള ടെൻഷനായിരുന്നു. ഞാൻ ഓർത്തെ ഈ കാണുന്ന റെഡ് കൂടാരത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചീനവലയുടെ അടുത്ത് എത്തിയെന്നാണ്. പക്ഷേ ആക്ച്വലി അവിടെ അതിൻ്റെ മോട്ടറൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ആ ചീനവല താത്താനും പൊക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ വന്ന പോലത്തെ സ്ഥലത്ത് കൂടെ
മുന്നോട്ട് കുറച്ചുകൂടെ പോയാൽ ആ ചീഞ്ഞമലയുടെ അടുത്തെത്തും. പക്ഷെ അവിടെ വരെ പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു കേട്ടോ. സോ ഞാൻ പോയില്ല. ഇവിടെ നിന്ന് സംതൃപ്തി അടഞ്ഞ് ഞങ്ങൾ ഈ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഇതിൻ്റെ ആളുകൾ പോയിട്ട് ആ ചീനവല മോട്ടർ യൂസ് ചെയ്ത് താത്തുന്നത് ഞാൻ കണ്ടു. പക്ഷെ അത് തിരിച്ചവർ പൊക്കാൻ മീനൊക്കെ കയറി ഈവനിങ് ആകുമെന്നാണ് പറഞ്ഞത്. അതുവരെ ഞങ്ങളിവിടെ നിൽക്കുന്നില്ലാത്തതുകൊണ്ട് അത് കാണാൻ എനിക്ക് പറ്റിയില്ല. ആ ഗ്യാപ്പിൽ അവർ കയാക്കിങ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് സേഫ്റ്റി ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും പിന്നെ എങ്ങനെ കയാക്കിങ് ചെയ്യണമെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. ഇത് കണ്ണൂരിൽ നിന്ന് കയാക്കിങ് ചെയ്യാൻ വന്ന വേറൊരു ടീമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇടാൻ തന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ വെള്ളത്തിൽ വീഴാതെ കൊണ്ടുപോകുമ്പോൾ വെള്ളം നനയാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ഇട്ട് വെക്കാൻ ഒരു പൗച്ചും തന്നു. ജെറിൻ്റെ കയ്യിലിരിക്കുന്ന കൂട്ട് പൗച്ച്. അതിങ്ങനെ സൈഡിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി എന്നാട്ടോ അവർ പറഞ്ഞേ. പിന്നെ ഞാൻ ഈ വെള്ളത്തിലൊക്കെ പോയി വെള്ളം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുന്ന ആട്ടേ കാണുന്നേ. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കൊച്ചിയല്ലേ, ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു കേട്ടോ, 2-2.5 മണിക്കൂർ കയാക്കിങ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡബിളിൽ പോകുന്ന നല്ലത്, സിംഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മടുത്തു പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഒറ്റയ്ക്ക് കയാക്കിങ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പിന്നെ ആ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ട്രയൽ ചെയ്ത് നോക്ക്, ട്രയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കുവാന്ന്. അങ്ങനെ ജെറിൻ ട്രയൽ ചെയ്യുന്ന കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ജെറിനൊക്കെ ട്രയൽ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ സിമ്പിള്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയെന്ന്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നത് അത്ര സിമ്പിളല്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് അറിയാവുന്നവർക്ക് സിമ്പിളായിരിക്കും, പക്ഷെ ആദ്യമായിട്ടൊക്കെ പോയി ചെയ്യുന്നവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത് പോവില്ല ഗൈസ്. അത് എന്തോ സ്നാക്കൊക്കെ വേണം അത് ചെയ്യാൻ. അങ്ങനെ ജെറി പക്ഷേ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കത് സിമ്പിളായിട്ട് പറ്റുന്നത്. കാരണം ജെറി പോയി വട്ടം അടിച്ചു തിരിച്ചു വന്നു. പക്ഷേ എന്നെക്കൂടെ പറ്റിയില്ല ഗൈസ്. തിരിച്ചു വരുന്ന വഴിക്ക് ജെറിനും പറയുന്നുണ്ടായിരുന്നു സിംഗിളിൽ പോകുന്നതിൽ നല്ല ഡബിളിൽ പോകുന്നതാണ്. അങ്ങനെ എല്ലാവരും ഡബിളിൽ പോകാൻ തീരുമാനിച്ചു. എനിക്കും ട്രയൽ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രയൽ ചെയ്യുന്ന ആട്ടെ കാണുന്നത്. ഞാൻ ആക്ച്വലി ആദ്യം തിരിഞ്ഞാണ് കയറാൻ പോയേ. പിന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലത് അത് തിരിച്ചു വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ ആ ബോട്ട് അങ്ങനെ തിരിച്ചു വെച്ച് തന്നേ. അങ്ങനെ അതിസാഹസികമായി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് തുഴയാൻ തുടങ്ങി ഗൈസ്. പക്ഷേ തുഴഞ്ഞങ്ങോട്ട് കുറച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്ന പണിയേ അല്ലാന്ന്. കാരണം ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അത് പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു നടുക്കായൽ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നല്ലത് ഇപ്പോഴേ അങ്ങ് ഡബിളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലിരുന്ന് വേറെ ആരെങ്കിലും തുഴഞ്ഞെങ്കിലും എനിക്ക് തിരിച്ചു വരാമല്ലോ. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഡബിൾ വെച്ച് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനും ബേസും കൂടെ പോയത്. അങ്ങനെ ഞങ്ങൾ മൊത്തം 3 ബോട്ട് എടുത്തു. ഞാനും ബേസും ഒരെണ്ണത്തിൽ, ഡിറ്റോയും ജെറിനും വേറെണ്ണത്തിൽ, പിന്നെ മോൺസ്റ്ററായിട്ട് ജോ ഒറ്റയ്ക്ക് വേറെ ഒരെണ്ണത്തിൽ. അങ്ങനെ ഞങ്ങൾ 3 സെറ്റായിട്ടാട്ടോ പോയത്. ഇത് ഞങ്ങൾ കയാക്കിങ് ചെയ്ത് കുറച്ച് നടുക്ക് എത്തിക്കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നേ. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും മടുക്കാൻ തുടങ്ങി, കൈയൊക്കെ വേദനിക്കാനൊക്കെ തുടങ്ങി. പിന്നെ 2 പേരും ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലാണെങ്കിലാണ് അത് പെട്ടെന്ന് പോവുക. പിന്നെ ഞങ്ങളോട് അവർ പറഞ്ഞായിരുന്നു അധികം നടുക്ക് പിടിക്കാതെ സൈഡ് പിടിക്കണം, കാരണം വാട്ടർ മെട്രോയൊക്കെ പോകുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ കയാക്കിങ് ചെയ്യുന്ന പോകുന്ന വഴിയിൽ കുറച്ച് അലക്കുന്ന ചേച്ചിമാരെ കണ്ടു. പിന്നെ ഒരു ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്ന കുറച്ച് ചേട്ടന്മാരെ കണ്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സൺറൈസും പിന്നെ വെറൈറ്റി എക്സ്പീരിയൻസും എക്സസൈസും ഒക്കെ ആയിരുന്നു ആക്ച്വലി. പിന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഞങ്ങൾ കണ്ട വേറൊരു കാഴ്ചയാണ് ജങ്കാർ. ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഗൈസ് ഒരു ജങ്കാറൊക്കെ നേരിട്ട് കാണുന്നത്. അങ്ങനെ 1.5 മണിക്കൂർ ഞങ്ങൾ കഷ്ടപ്പെട്ട് തുഴഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ കണ്ടൽക്കാടുകളിൽ എത്തിയിട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ്. ഇത് മരങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോകുന്നതൊക്കെ കാണാൻ ചുമ്മാ കിടുക്കൻ സീനായിരുന്നു. അതിൻ്റെ കൂടെ സൺറൈസും അയ്യോ നൈസ് വൈബായിരുന്നു കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയും ഭയങ്കര പച്ചപ്പും ഒക്കെ ആയിരുന്നേ. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ സ്റ്റേയുടെ അവിടെ വന്നപ്പോഴത്തേനും അവർ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും കാപ്പിയൊക്കെ തന്നായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഒരു കടമക്കുടി ഡേ വ്ലോഗ്. ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അടുത്ത വ്ലോഗായിട്ട് വരാം ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.